സങ്കീർത്തനങ്ങൾ 87. കോരഹ് പുത്രന്മാരാണ് രചിച്ചത്. ദാവീദിന്റെ നഗരമായ സിയോന്റെ സ്ഥാപന സമയത്ത് ഇത് എഴുതിയതാണെന്ന് ചില വേദ പണ്ഡിതന്മാർ ചിന്തിക്കുമ്പോൾ, സിയോൻ പുതുക്കി പണിതപ്പോൾ ഇത് എഴുതിയെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ സങ്കീർത്തനം ഹിസ്കിയ രാജാവിന്റെ കാലത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സിയോന്റെ മഹത്വമാണ് ഇവിടെ വിഷയം. എവിടേക്ക് എല്ലാ ജാതികളും പൗരന്മാരായി സ്വീകരിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ള സാർവത്രിക ദൈവരാജ്യത്തിന്റെ ആസ്ഥാനമായി സിയോനെ ചിത്രീകരിക്കുന്നു. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർ, കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. എൻ്റെ ഉറവുകളൊക്കെ നിന്നിലാകുന്നുവെന്ന് സംഗീതക്കാരി നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ.